അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ കേരളീയ പശ്ചാത്തലത്തിൽ ഒരുപാട് ആളുകൾ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യൂപഞ്ചർ. പക്ഷേ നമ്മൾ പല കാര്യങ്ങളും അക്യൂപഞ്ചർ ചികിത്സാ രീതി സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിന്ന് കമ്പാരിസൺ ചെയ്തുകൊണ്ട് അലോപ്പതി ട്രീറ്റ്മെൻറ്റ് രീതി പോലെയല്ല അക്യൂപഞ്ചർ എന്നുള്ള ധാരണയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എത്തുന്നില്ല എന്ന് കണ്ടുകൊണ്ട് നമ്മൾ പലപ്പോഴും ചികിത്സാ രീതി ഉപേക്ഷിക്കാറുണ്ട്. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അക്യൂപഞ്ചർ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ചില പോയിന്റുകൾ, ആ പോയിന്റുകളിൽ നീഡിലോ അതല്ല സ്പർശനങ്ങൾ കൊടുത്തോ ശരീരത്തെ ഉത്തേജിപ്പിച്ച് അതിൻ്റെ ഇമ്മ്യൂൺ പവർ വർദ്ധിപ്പിച്ച് ശരീരത്തിലുള്ള രോഗം മാറ്റുക, പ്രയാസങ്ങൾ മാറ്റുക എന്നാണ് അക്യൂപഞ്ചർ ചികിത്സാ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾക്ക് പ്രത്യേകമായി അക്യൂപഞ്ചറിന് ഡയഗ്നോസ് സിസ്റ്റം ഉണ്ട്. പൾസ് നോക്കിയാണ് നമ്മൾ രോഗം നിർണ്ണയിക്കുന്നത്. അതല്ലാതെ നമ്മളിന്ന് അലോപ്പതിയിൽ കാണുന്നത് പോലെ അതല്ലെങ്കിൽ മറ്റ് ചികിത്സാ രീതികളിൽ കാണുന്നത് പോലെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ടെസ്റ്റ് നമ്മളെ നോക്കി അല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് കാണുന്ന ആ റിസൾട്ട് അനുസരിച്ചല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. രോഗം എന്നതിന് തന്നെ കൃത്യമായ ഒരു അർത്ഥമുണ്ട്. രോഗം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൽ ഒരാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കാണ് നമ്മൾ രോഗം എന്ന് പറയുന്നത്. അപ്പോൾ അക്യൂപഞ്ചർ ട്രീറ്റ്മെൻറ്റിൽ ഒരാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാറ്. ആ ട്രീറ്റ്മെൻറ്റ് അതിനാണ് കൊടുക്കാറ്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അയാൾക്ക് മാറും. അതല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ ലാബ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇന്ന് ലോകത്ത് മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയാണ് അക്യൂപഞ്ചർ ചികിത്സാ രീതി. അതിന് കൃത്യമായ പരിശോധന രീതിയുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ചെറിയ നീഡിലുകൾ ഉപയോഗിച്ചാണ് ചികിത്സാ രീതി ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്യൂപഞ്ചർ ചികിത്സ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ചില ചിട്ടകളുണ്ട്. നമുക്ക് വിശപ്പുണ്ടാകുന്ന സമയത്ത് മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക, സമയക്രമത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് ഇന്ന് കേരളീയ സാഹചര്യത്തിലും പല സാഹചര്യത്തിലും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി എന്നുള്ള നിലയിൽ ആളുകൾ വിശപ്പുണ്ടായാലും ഇല്ലെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ്. ഇതിൽ നിന്ന് മാറി ഒരാൾക്ക് വിശപ്പുണ്ടാകുന്ന സമയത്ത് മാത്രം അയാൾ ഭക്ഷണം കഴിക്കുക, ഇതൊരു പ്രധാന തത്വമാണ് അക്യൂപഞ്ചർ ചികിത്സാ രീതിയുടേത്. പിന്നെ അതേപോലെ തന്നെ ഒരാൾക്ക് ആവശ്യമുണ്ടാകുന്ന സമയത്ത് മാത്രം വെള്ളം കുടിക്കുക. ഇന്ന് ആളുകൾ മഴക്കാലമായാലും വേനൽക്കാലമായാലും മഞ്ഞുകാലമായാലും എല്ലാ കാലത്തും ഒരുപാട് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഒരേ ലിറ്റർ കണക്കിന് അത് കറക്റ്റാക്കി വെച്ച് അങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരു ശീലം ഇന്ന് കേരളക്കരയിലെല്ലാം ലോകത്ത് മൊത്തം ഉണ്ട്. അപ്പോൾ ആ ഒരു ശീലം ശരിക്കും നമുക്ക് ആവശ്യമില്ല. ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. നമുക്ക് ദാഹമുണ്ടെങ്കിൽ, നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ദാഹം എന്നുള്ള ഒരു ഇൻഫർമേഷൻ വരും. അതേപോലെ തന്നെ നമുക്ക് ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ വിശപ്പ് എന്നുള്ള ഇൻഫർമേഷൻ വരും. അപ്പോൾ ഈ ഇൻഫർമേഷൻ അനുസരിച്ച്, ശരീരത്തിൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് വിശ്രമം ആവശ്യമാണ്. വിശ്രമം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ഇപ്പോൾ ഒരാൾ ഇരുന്നു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണ്, അയാൾക്ക് നിന്നാൽ കുറച്ച് റെഡിയാകുമെന്നുള്ളത് തോന്നാം. നിന്ന് കുറച്ച് പണിയെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് കഴിഞ്ഞാൽ അയാളുടെ ശരീരം കുറച്ച് ആയാസമാകുമെന്ന് തോന്നുകയാണെങ്കിൽ അയാളെ വിശ്രമം നിൽക്കലിലാണ്. അപ്പം വിശ്രമം പല രീതിയിലുണ്ട്. ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് കിടക്കണമെന്ന് തോന്നുകയാണ്, അപ്പോൾ അയാൾ കിടക്കാൻ വേണ്ടി. ഇന്നലെ എൻ്റെ ഒരു പേഷ്യൻ്റ് വിളിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് നല്ല പനിയുണ്ട്, വിശ്രമിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല, അതുകൊണ്ട് അദ്ദേഹം ഒരു പാരസെറ്റമോൾ അടിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആളുകൾ ഇന്ന് വിശ്രമിക്കാൻ സമയമില്ലാത്തതിൻ്റെ പേരിലൊക്കെ മെഡിസിനുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ശരിക്കും ശരീരത്തിന് നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് അതിൻ്റെ വിശ്രമങ്ങൾ കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉറങ്ങുകയും നേരത്തെ എണീക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. നമ്മുടെ ശരീരത്തിൽ കൃത്യമായ ഒരു ഉറക്കിൻ്റെ ടൈം, ഉറങ്ങാനുള്ള ഒരു ടൈമുണ്ട്. പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ വരുന്നൊരു വിഷയം എന്ന് വെച്ചാൽ പല ആളുകളും അവർ പറയും ഞങ്ങൾ 6 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, പക്ഷെ ഉറങ്ങുന്നത് എപ്പോഴാണ്? 1 മണിക്കോ 2 മണിക്കോ ഒക്കെ ഉറങ്ങുന്നത്, എണീക്കുന്നത് ഒരു 9 മണിക്കൊക്കെ.
അപ്പോൾ ആ ഒരു രീതി ഒഴിവാക്കിയിട്ട് നമ്മൾ നേരത്തെ ഉറങ്ങുകയും നേരത്തെ എണീക്കുകയും, കാരണം രാത്രി എന്നതാണ് ഒരു മനുഷ്യൻ ഉറങ്ങാൻ വെച്ച സമയം. അപ്പോൾ നമുക്ക് ഉറക്കം ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉറങ്ങേണ്ടത് ആ ഒരു സമയത്താണ്. അപ്പോൾ ഈ 4 പ്രധാന തത്വങ്ങളാണ് സിംഗിൾ നീഡിൽ അക്യൂപഞ്ചറിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അക്യൂപഞ്ചർ ചികിത്സ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ നിയമങ്ങളെക്കുറിച്ച്, ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുക. അതേപോലെ തന്നെ നമുക്ക് മരുന്നില്ലാത്തൊരു ജീവിതം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മരുന്നില്ലാതെ പിന്നെ പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി ഒരാൾ നല്ലൊരു ജീവിതം ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അക്യൂപഞ്ചർ എന്നുള്ളതൊരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന അസുഖങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, അക്യൂപഞ്ചർ ചികിത്സ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള അക്യൂപഞ്ചറിസ്റ്റിനെ പോയി കാണുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.